മിക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. ലിറ്റിൽ മിക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. കുഞ്ഞുങ്ങൾ സ്വർഗത്തിൻ്റെ മക്കളാണ്. അവരെ എനിക്കൊരിക്കലും നഷ്ടപ്പെടരുത്. എൻ്റെ ദൂതഗണങ്ങളെ ഞാൻ ഭൂമിയിലേക്ക് അയക്കും, അവർക്ക് കാവലായി, അവരെ സഹായിക്കാനായി. അയ്യോ പിങ്കി, അതെന്താ കാണുന്നത്? കാട്ടുതീയാണോ? അല്ലെന്നേ, മറ്റെന്തോ ഒരു സാധനമാണ്.
പക്ഷേ പക്ഷികളല്ല. കാലുണ്ട്, മനുഷ്യരല്ല. കൊച്ചേട്ടൻ ചെന്നിട്ട് അവരെ ഒന്ന് പരിചയപ്പെട്. അമ്മേ, എനിക്ക് പേടിയാ. ഒന്ന് ചെല്ലു കൊച്ചേട്ടാ. എക്സ്ക്യൂസ് മീ, വനദേവതമാരാണോ? അല്ല, ഞങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഭൂമി സന്ദർശിക്കാൻ വന്ന മാലാഖമാരാ. മാലാഖമാരോ? അതെ, ഞാൻ ഗബ്രിയേൽ. ഞാൻ മിഖായേൽ. ഞാൻ റാഫേൽ. ഞാൻ തമ്പു. ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാ. തമ്പു ആണോ ഇവരുടെ ലീഡർ? പിന്നല്ലാതെ കൊച്ചേട്ടന്റെ ബലത്തിലല്ലേ ഞങ്ങൾ കാട്ടില് ബലസുന്നത്. അയ്യോ, അവര് ദുഷ്ടന്മാരാ, എന്ത് ചെയ്യാനും മടിക്കാത്തവരാ. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? ഈ കാട്ടിൽ മാജിക് ഫ്ലവേഴ്സ് ഉണ്ട്. മാജിക് ഫ്ലവേഴ്സോ? അതെ, കുട്ടികളെ ലഹരിക്കടിമകളാക്കുന്ന മാജിക് ഫ്ലവേഴ്സ്. അതെ, ഈ മാജിക് ഫ്ലവേഴ്സ് നമ്മെ വലിയ സമ്പന്നരാക്കും, അല്ലേ? അതെ അതെ, കുട്ടികൾക്ക് പോഴേ മാജിക് ഫ്ലവേഴ്സ് എന്ന് കേട്ടാൽ ഹരമാണ്. കുട്ടികളുടെ ഹരം കൂടുമ്പോൾ നമ്മുടെ ബിസിനസ്സും തഴച്ചു വളരും. എന്തായാലും ആ ചങ്ങാതിക്കൂട്ടത്തെ വലയിലാക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി. ശരിയാ, ആ പിള്ളേരെ വലിയ തലവേദനയായിരുന്നു. ഇനിയൊന്നും പേടിക്കാനില്ല, അല്ലേ? ചാനലുകളിലും പത്രങ്ങളിലുമൊക്കെ ആ പിള്ളേരുടെ തിരോധാനം വലിയ വാർത്തയാണ്. പോലീസും മരിച്ചു പിറക്കുന്നുണ്ട്. ഈ കാടിനുള്ളിലെ നമ്മളാടാ പുലികള്. എല്ലാവരും നമ്മുടെ പേരുകെട്ട വിറയ്ക്കും. നമ്മളെ വെറും പുലികളല്ലടാ, പുലികളാ, പുലികൾ. ഏത് പിള്ളേരെ കുറിച്ചാ അവര് പറഞ്ഞത്? അത് ചങ്ങാതിക്കൂട്ടത്തെ കുറിച്ച്. അതെ, ചങ്ങാതിക്കൂട്ടം എല്ലാ കുട്ടികൾക്കും ഒരു മാതൃകയാണ്. പഠിത്തത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും അവര് നമ്പർ 1. നല്ല കിണ്ണം കാച്ചി പിള്ളേര്. കിട്ടു, തക്കുടു, പൊന്നു, ബെറ്റി എന്നിവർ കൂട്ടുകാരാണ്. ചങ്ങാതിക്കൂട്ടം എന്നാണ് അവരെ വിളിച്ചിരുന്നത്. പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും ഒരുപോലെ മികവ് തെളിയിച്ചവരായിരുന്നു ചങ്ങാതിക്കൂട്ടം. ചങ്ങാതിക്കൂട്ടം എങ്ങനെ കൊള്ളക്കാരുടെ തടവിലായി? ഈ മാജിക് ഫ്ലവേഴ്സ് എല്ലാ സ്കൂളുകളിലും വിൽക്കാൻ കൊള്ളക്കാർക്ക് ഏജന്റുമാരുണ്ട്. ഏജന്റുമാരോ? അതെ, കുട്ടിക്കുറ്റവാളികൾ. ചങ്ങാതിക്കൂട്ടത്തിന്റെ സ്കൂളിലും കുട്ടിക്കുറ്റവാളികൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചങ്ങാതിക്കൂട്ടം അവരെ കയ്യോടെ പിടിച്ചു. പ്രിൻസിപ്പൾ അവരെ സ്കൂളിന് പുറത്താക്കി. അതോടെ കൊള്ളക്കാർക്ക് വാശിയായി. ചങ്ങാതിക്കൂട്ടത്തെ ഒരു പാഠം പഠിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. എടാ തക്കുടു. എന്താ പൊന്നു? എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താ ഐഡിയ? നമുക്ക് സ്കൂളിൽ ഒരു കുടുക്ക വെച്ചാലോ? നേർച്ചപ്പെട്ടി പോലെ വലിയൊരു കുടുക്ക. എന്തിന്? എല്ലാ കുട്ടികളോടും അതിൽ പോക്കറ്റ് മണി ഇടാൻ പറയാം. എന്നിട്ട് മാസത്തിലൊരിക്കൽ ആ പൈസ എടുത്ത് പാവപ്പെട്ട കുട്ടിക്ക് കൊടുക്കാം. അത് കലക്കി. കിട്ടൂന്ന് എന്താടാ തോന്നണേ? സൂപ്പറാ, നമുക്ക് ഇന്ന് തന്നെ പ്രിൻസിപ്പളിനോട് സംസാരിക്കാം. പൈസ കൊടുക്കണോ? ഭക്ഷണം വാങ്ങി കൊടുത്താ പോരെ? തക്കുടു
മൂന്ന് ഭക്ഷണം മാത്രം മതി. പക്ഷേ അവർക്ക് വേറെ ആവശ്യങ്ങളും കാണും. അയ്യടാ, ഭക്ഷണത്തോട് അലർജിയുള്ള പാർട്ടീസ് ബെറ്റിയെ കണ്ടാലും തോന്നും. അയ്യോ അമ്മേ, രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ. അയ്യോ, അതെ, ഇനി നിങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല, മനസ്സിലായോ? മിണ്ടരുത്. അതെ, ഞങ്ങളോട് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും. പാവം ചങ്ങാതിക്കൂട്ടം, അവരെ ഈ വനത്തിനുള്ളിലെ ഒരു ഗുഹയിലാ ഒളിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് ഭക്ഷണം ഒന്നും കൊടുക്കുന്നില്ല. അവരവിടെ കിടന്ന് ചാകും, ഉറപ്പ്. നന്മ ചെയ്യുന്നവർക്ക് ഏറെ കഷ്ടതകൾ സഹിക്കേണ്ടി വന്നേക്കാം. പക്ഷേ ഉണ്ണീഷോ അവരെ കൈവിടില്ല. ഉണ്ണീശോ എന്ന് അവരെ രക്ഷിക്കോ? രക്ഷിക്കോന്ന്? തീർച്ചയായും. ഉണ്ണീശോട് ഇഷ്ടം നിറവേറ്റാൻ അവർക്ക് തുണയായി കാവൽ മാലാഖമാരായ ഞങ്ങളുണ്ട്. കുഞ്ഞു മാലാഖമാർക്ക് കൊള്ളക്കാരെ തൊട്ടാൻ പോലും പറ്റില്ല. അവരുടെ കയ്യിൽ തോക്കുണ്ട്. തോക്കുണ്ടെങ്കിലും അവര് തോറ്റോടും. ചങ്ങാതിക്കൂട്ടത്തെ നമ്മൾ രക്ഷപ്പെടുത്തുകയും ചെയ്യും. അതെങ്ങനെ? പറയാം. അതിനു മുൻപ് നമുക്ക് ആ മാജിക് ഫ്ലവേഴ്സ് എല്ലാം നശിപ്പിക്കണം. അമ്മേ, അത് അപകടമാണ്. എന്തപകടം? അയ്യോ, ആ കൊള്ളക്കാരെങ്കിലും കണ്ടാലേ അതോടെ ഞങ്ങളുടെ കഥ തീരും. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഞങ്ങളെ വിശ്വാസമില്ലേ? ഓ, വിശ്വാസമില്ലാഞ്ഞിട്ടൊന്നുമല്ല. നിങ്ങൾ പോയാലും ഞങ്ങൾക്ക് ഈ കാട്ടിൽ തന്നെ ജീവിക്കാനുള്ളതാ. അതുകൊണ്ടാ. നിങ്ങൾ സ്വർഗത്തിലെത്തുന്നതിന് മുമ്പ് അവര് ഞങ്ങളെ സ്വർഗത്തിലെത്തിക്കും, സംശയമില്ല. അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ശരി, ഇനി എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ഞാനാ തുറച്ചു നോക്കുന്നത്. കണ്ണുണ്ടായിട്ട് അയ്യേ, ഇത്രയും ദിവസം പട്ടിണി കിടന്നിട്ടും നിന്റെ ഒന്നും അഹങ്കാരം തീർന്നില്ലടാ. ഇല്ല, കൂടിയിട്ടേ ഉള്ളൂ. നീയൊന്നും ചങ്ങാതിക്കൂട്ടല്ല, തെമ്മാടിക്കൂട്ടാ. തെമ്മാടികൾക്ക് അങ്ങനെ തോന്നും. എന്തു പറഞ്ഞടി? അടിച്ചോ, പക്ഷെ ഞങ്ങളെ തോൽപ്പിക്കാമെന്ന് വിചാരിക്കണ്ട. ഇതിൽ കൂടുതൽ എന്താ തോൽക്കാനുള്ളത്? നീയൊന്നും ജീവനോടെ പുറത്തു പോകില്ല, മനസ്സിലായോ? പോവും പോവും പോവും. എന്താണ് ഉറപ്പ്? ഉണ്ണീശോയുടെ ഉറപ്പാ. ഞങ്ങൾക്ക് കാവലിനായി കാവൽ മാലാഖമാരുണ്ടെന്ന് ഞങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഉണ്ണീശോ, ഞങ്ങളെ രക്ഷിക്ക്. വേഗം വാ, ഉണ്ണീശോ, ഞങ്ങളെ രക്ഷിക്ക്. അമ്മേ. അല്ല, ഇതിപ്പോ എങ്ങനെ നശിപ്പിക്കുന്ന പറയുന്നത്? അതിനാണോ പ്രയാസം? ഇപ്പൊ ശരിയാക്കി തരാം. എങ്ങനെയുണ്ട്? അതെ, സംഗതി തകർത്തു. പക്ഷേ ഇനി ഇവിടെ നിൽക്കണ്ട, പോകാം. വേഗം നടക്ക്, വരാൻ. അതെന്താ? അതെന്താണെന്നോ? എടോ, കൊള്ളക്കാർ വന്നാൽ ആകെ പ്രശ്നമാകും. അവര് വരട്ടെ. അവരെ കാണാതെ എങ്ങനെയാ പോകുന്നത്? കുഞ്ഞു മാലാകമാർക്ക് അവരെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയില്ല. ഞങ്ങൾ പറയുന്നത് കേൾക്ക്, നമുക്ക് പോകാം. ഇല്ല, അവരെ കണ്ടിട്ടേ ഞങ്ങൾ പോകൂ. അയ്യോ അമ്മേ, അവരിങ്ങെത്തി. ആരാണതൊക്കെ വെട്ടി നശിപ്പിച്ചത്? ഞങ്ങളാണ്.
എന്നാലേ നിങ്ങളുടെ കഥ കഴിച്ചേക്കാം. മത്സരിക്കുന്നത് നല്ലതാണ്, എന്നാലും തോറ്റോടുന്നതിനേക്കാൾ നല്ലത് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കീഴടങ്ങുന്നതല്ലേ? അതെ, തെറ്റുകൾ ഏറ്റു പറഞ്ഞ് കീഴടങ്ങിയാലും ഇനി നിങ്ങൾ ഇവിടുന്ന് പ്രശ്നമില്ല, മനസ്സിലായോ? ഞങ്ങൾ നിങ്ങളുടെ കാര്യമാ പറഞ്ഞത്. ഇത്തിരി പോന്ന കുഞ്ഞന്മാർ ഞങ്ങളോട് കളിക്കുന്നു. ആരെയും പേടിയില്ലാത്തവരാ എളുപ്പം വഴിതെറ്റിപ്പോകുന്നത്. അതെ, കുട്ടികൾ പക്ഷികളെ പോലെ വേഷം മാറി വന്നിട്ട് ഞങ്ങളെ പേടിപ്പിക്കുന്നു. അതും ഞങ്ങളെ. ഒരു തർക്കത്തിന് ഞങ്ങളില്ല. ഓരോരോ സ്കൂളുകളിൽ നൂറുകണക്കിന് കുട്ടികൾ ലഹരിക്ക് അടിമകളാവുന്നത്. ആ തെറ്റിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. ദൈവത്തിന്റെ നിയമത്തിന് കീഴടങ്ങണം. ഇനി തർക്കിക്കാൻ ഞങ്ങളും തയ്യാറല്ല. ദൈവത്തിന്റെ നിയമത്തിന് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മരിക്കാൻ തയ്യാറായിക്കോന്ന്. അയ്യോ, കൊല്ലരുത്, ഞങ്ങളുടെ കൂട്ടുകാരാ, കൊല്ലരുത്. അതെ ബിച്ചു, നമ്മൾ സ്വപ്നം കാണുന്നതാണോടാ? അതെ, എനിക്കും എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ലടാ ബാസു. അയ്യോ, എന്തായാലും ഇനി നമ്മളിവിടെ നിന്നാലേ ഈ മാലാഖമാർ നമ്മളെ പപ്പടം പൊടിക്കുന്ന പോലെ പൊടിക്കും, ഉറപ്പ്. അയ്യോ അമ്മേ, ഞങ്ങളെ കൊല്ലാൻ വരുന്നേ, രക്ഷിക്കണേ. അയ്യോ അയ്യോ. തമ്പു, ആ കല്ലെടുത്തു മാറ്റ്. പൊന്നു, കിട്ടു, തക്കടു, ബെറ്റി. എന്തോ? പേടിക്കേണ്ട, പുറത്തേക്ക് പോര്. മാലാഖമാരാണോ? അതെ, ഇനി മുതൽ നമ്മൾ കൂട്ടുകാരാ. ആ കൊള്ളക്കാരിനിയും വരുവോ? ഇല്ല, നോ 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 നോ, അവരെ ഫോറസ്റ്റുകാര് പൊക്കി. ഇനി നിങ്ങളുടെ കാട് നിങ്ങൾക്ക് സ്വന്തം. നിങ്ങളെ ശല്യം ചെയ്യാൻ ഇവിടെ ആരും വരില്ല. അയ്യോ, അപ്പോൾ മാലാഖമാർ പോവുകയാണോ? അതെ പിങ്കി, ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നാ ഞങ്ങൾ പോട്ടെ. ഓ ശരി. ഈ ലോകത്ത് നിങ്ങളെപ്പോലെ ചങ്ങാതിക്കൂട്ടങ്ങൾ ഉണ്ടാവണം. അതാണ് ഉണ്ണീശോ ആഗ്രഹിക്കുന്നത്. കുട്ടികൾ തന്നെയാണ് ഇതിന് മുന്നിട്ടിറങ്ങേണ്ടത്. എന്തായാലും നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം തരാം. എന്ത് സമ്മാനം? പൂമഴ വേണോ, തേന്മഴ വേണോ, മിഠായി മഴ വേണോ? എന്ന് പറഞ്ഞാൽ എന്താ? പൂമഴ എന്ന് പറഞ്ഞാൽ പൂക്കൾ മഴയായി പെയ്യും. തേന്മഴ എന്ന് പറഞ്ഞാൽ തേൻ മഴയായി പെയ്യും. മിഠായി മഴ എന്ന് പറഞ്ഞാൽ മിഠായി മഴയായി പെയ്യും. ചുമ്മാ, അത് ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാ. അല്ലെന്നേ, ഏതാ വേണ്ടെന്ന് പറഞ്ഞാ മതി. ബിരിയാണി മഴയുണ്ടോ? നെയ്ച്ചോറ് മഴയോ? ചിക്കൻ മഴ ആയാലും മതി. ചിക്കൻ വാരി വലിച്ചു തിന്നിട്ടാ ബെറ്റി ഇങ്ങനെ തടിച്ചു പോയത്. ബെറ്റി, നമ്മൾ ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കരുത്, കേട്ടോ? പോടാ. അല്ല, ഏത് മഴ വേണമെന്ന് പറഞ്ഞില്ല. മിഠായി മഴ മതി. എന്നാ പിടിച്ചോ, മിഠായി മഴ.